ഈ ഒരു റെസ്പോൺസിബിലിറ്റി സ്വന്തം എടുപ്പിക്കാനും കുട്ടികൾക്ക് ആ ഒരു ബോധം വരുത്താനും ഭയങ്കര ഇതായിരിക്കും. ഇപ്പൊ ഏതൊരു ഫീൽഡിലേക്കാണെങ്കിലും ശരിക്കും ഗുരുകുലമൊക്കെ അങ്ങനെയാണല്ലോ വന്നത്. ഒരു ഗുരു എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ടിന്റെ അടുത്തേക്ക് നമ്മൾ വിടുകയാണ്. അവരത് ഒബ്സർവ് ചെയ്ത് ഇതൊരു കോഗ്നിഷൻ, നാച്ചുറൽ കോഗ്നിഷനും ഒരു വലിയൊരു ഇതാണ്. കാരണം ഒരിക്കലും ഒരാൾ പഠിച്ചത് വായിച്ചിട്ടും അങ്ങനെയല്ല, ഒബ്സർവ് ആണ് ഏറ്റവും പ്രൈമറി ആയിട്ട് കുട്ടികൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യം. ഓ, വളരെ കറക്റ്റ് അത്. അതായത് അവര് നമ്മളെ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താ, അതിനൊരു ഫ്രേസ് ഉണ്ട്. അതായത് ദേ ഡോണ്ട് ലിസൺ ടു യു, ദേ വാച്ച് യു, ദേ ഒബ്സർവ് യു. അത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. മാഷ് പറയുന്നത് നമുക്ക് മനസ്സിലാവും. അറിയാത്തൊരു കാര്യം ഒരു മാഷ് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ മൈക്രോ ഇമോഷൻ എന്നൊരു സാധനം ഉണ്ടല്ലോ, മുഖത്ത് കാണാൻ പറ്റും. ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എ മില്ലി സെക്കൻഡിൽ അത് വന്നു പോകും, അറിയില്ല എന്നുള്ള മുഖഭാവം സ്റ്റുഡൻറ്റ് മനസ്സിലാവും പെട്ടെന്ന്. ഈ എക്സ്പീരിയൻസ് വെച്ചുള്ള ഒരു ടീച്ചറും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ടീച്ചറും തമ്മിലൊരു വളരെ വ്യത്യാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ട്യൂട്ടറായി ചേരുമ്പോൾ ഒന്ന് തീരുമാനിച്ചത്, ഈവനിങ് ഞാൻ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഈ പ്രാക്ടീസ് നമുക്ക് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ അസുഖത്തിന് ഇന്ന ചികിത്സ ചെയ്താൽ മാറുന്നുണ്ട് ഇന്ന രോഗിക്ക് എന്ന് പറയുമ്പോൾ അവർക്കത് ആ കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്, വാക്കുകളല്ല, കോൺഫിഡൻസ്. അവരുടെ എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചെറിയ നാരായണ നമ്പൂതിരി വൈദ്യമഠത്തിന്റെ അടുത്ത് പോയപ്പോഴും ആ ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അദ്ദേഹം വളരെ അറിയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട്. പിന്നെ അതല്ല, അദ്ദേഹം ഈ സിംറ്റമറ്റോളജിയുടെ രാജാവാണ്. അതായത് ആയുർവേദത്തിലെ 8 ഗ്രൂപ്പ് ഓഫ് ഡയഗ്നോസിസ് പറയുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്. നാഡി, മൂത്രമലം, ജിഹ്വ എന്ന് പറഞ്ഞിട്ട് അതിൽ ശരിക്കും പറഞ്ഞാൽ 12 ടെക്നിക്കാണ് വരുന്നത്. ഈ അവസാനത്തെ ആകൃതി എന്ന് പറയുന്നുണ്ട്. അത് 2 കാര്യങ്ങളാണ്. ഒന്ന് സിംറ്റമറ്റോളജി, മറ്റത് ഗേറ്റ് അനാലിസിസ്. ആകൃതി എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഫാറ്റാണോ സ്കിന്നി ആണോ എന്നല്ല, അത് അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയതാണ്. ഗേറ്റ്, ഒരാൾ നടന്നു വരുന്നത് മാത്രം മതി എക്സ്പെർട്ടിന് അയാളുടെ എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യാൻ. അയാൾ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഒരാളെ കണ്ടിട്ടുണ്ട്, ഒരു വൈദ്യനെ കണ്ടിട്ടുണ്ട്. തിരുമുൽപ്പാട് സാറ് ഇങ്ങനെ പി.കെ. വാര്യർ സാർ ഇങ്ങനെ പറയുന്നത്, ഒരാൾ കയറി വരുമ്പം തന്നെ ഇതാ ഒരു പുനർനവാദി നടന്നു വരുന്നു, ഒരു നാഗരാധി നടന്നു വരുന്നു. എക്സാക്ട്ലി. ഇത് മാത്രം ചെയ്യുന്ന, ഈ ഗേറ്റ് അനാലിസിസ് മാത്രം ചെയ്യുന്ന ഒരു വൈദ്യൻ മറ്റേ കാശിയിലും കണ്ടിട്ടുണ്ട്. എല്ലാ പേഷ്യൻ്റ് വന്നിരിക്കും, പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, മാർക്ക് ബ്രെഡ്നർ എന്ന് പറഞ്ഞിട്ട് സിഡ്നിയിൽ. അയാൾ കാണാൻ പോയി, ഇരുന്നതും മൂപ്പർക്കും മരുന്ന് കൊടുത്തു. ഇത് എന്തിനുള്ളതാണ് ചോദിച്ചു. ഹോർമോണുള്ളതാണ്. ആർക്ക്? നിങ്ങൾക്ക് ഹോർമോൺ പ്രശ്നമാണെന്ന്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി തന്നെ? അയാൾക്ക് ഹോർമോൺ പ്രശ്നമായിരുന്നു. നിങ്ങൾ വരവ് കണ്ടാൽ അറിയാലോ നിങ്ങൾക്ക് ഹോർമോൺ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഇയാളാകെ ഷോക്കടിച്ചു. എന്ത് ഹോർമോൺ പ്രശ്നം? അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അയാൾ പറഞ്ഞു, എനിക്കൊരു 2 മണിക്കൂർ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അയാൾ പറഞ്ഞു, വരുന്നോളം മിണ്ടരുത് പറഞ്ഞു. പിന്നെ വരുന്നതൊക്കെ അത്ഭുതങ്ങളാണ്. ആര് നടന്നു വരുന്ന ഇരിക്കുമ്പോഴേക്കും 2 മരുന്ന് എഴുതി ഉണ്ടാവും. അപ്പോൾ ഒരു പേഷ്യൻറ്റിനോട് ചോദിച്ചു, ഇയാൾക്ക് എന്താ പ്രശ്നം? അയാൾക്ക് ഡെർമറ്റൈറ്റിസ് ആണ്. എവിടെ ഡെർമറ്റൈറ്റിസ്? അവിടെ എണീറ്റുന്ന് ഷർട്ടിൻ്റെ പിൻഭാഗം പൊക്കാൻ പറയും. പൊക്കി ഒരു പാച്ച് അവിടെ. അതെങ്ങനെ കാണുമെന്ന്? അത് കാണാൻ പറ്റുന്ന ഇയാൾ. അത് കൃത്യമായിട്ട് നടക്കുന്ന കണ്ടറിയില്ലേന്ന്. ഈ ഗേറ്റ് അനാലിസിസ് നമ്മൾ എനിക്കൊരാളെ അറിയുള്ളൂ. ഈ സിംറ്റമറ്റോളജി അറിയുന്ന വൈദ്യമഠത്തിൻ്റെ പോലെ അറിയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഏറ്റവും കൂടുതൽ എന്നെ ഫാസിനേറ്റ് ചെയ്തത് ഈ ആയുർവേദ ഫീൽഡിന് വരുന്നതിന് മുന്നേ ഷെർലക് ഹോംസ് ആണ്. അതിന്റെ ഡിഡക്റ്റീവ് റീസണിങ് ഇത് മൊത്തം നമ്മളൊരു ഫാന്റസി ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊരു പ്രാക്ടിക്കലായിട്ട് ഒരു ആയുർവേദ വൈദ്യം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഒരു വാവ് ഫാക്ടർ ആയിട്ടാണ് തോന്നുന്നത്. ഇത് അലോപ്പതി വൈദ്യന്മാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്നൊരു അലോപ്പതി വൈദ്യൻ പണ്ട് പറയുന്നുണ്ടായിരുന്നു, ഈ പാരസെറ്റമോളിൻ്റെ പല മാനുഫാക്ചേഴ്സ് ഉണ്ടല്ലോ, ഇയാൾ അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ എക്സ്ട്രാക്ഷൻ്റെയും ഒക്കെ വ്യത്യാസം മനസ്സിലാക്കി, അത് ഈ കമ്പനിയുടെ പാരസെറ്റമോൾ കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അത് ഡോസേജിൻ്റെ അല്ല, ഫ്രീക്വൻസിയുടെ ഒന്നല്ല, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. പാരസെറ്റമോൾ അങ്ങനെ വ്യത്യാസം വരുമോ എക്സ്ട്രാക്ഷൻ്റെ? പക്ഷെ അങ്ങനെ ഉണ്ട്. അതായത് ഓരോ വൈദ്യനും ഈ ഉൾക്കാഴ്ച ഡെവലപ്പ് ചെയ്യും. ഉൾക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ റിസോൾവ് ചെയ്യും. അത് കോൺഷ്യസ് മൈൻഡിന് ട്രാൻസ്ഫർ ചെയ്യും. അത്രേ ഉള്ളൂ ഉൾക്കാഴ്ച. ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. ഇയാളെ ഒന്ന് എങ്ങനെ സഹായിക്കാൻ പറ്റും, എന്താണ് ഈ പ്രശ്നം, എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു ബേണിംഗ് ഡിസയർ ഉണ്ട് വിചാരിക്കുക. ദെൻ
ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചെറിയനാരായണൻ നമ്പൂതിരിയുടെ ഈ സിംറ്റമറ്റോളജി. അതൊരു പേഷ്യൻ്റ് പറയാണ്, ഇദ്ദേഹം 3 മിനിറ്റാണ് കൺസൾട്ടേഷനൊക്കെ ഉണ്ടാവും, 2-3 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ശിഷ്യന്മാരുണ്ട് 5 പേര്, ആരാ എഴുതണേ ചോദിക്കും. അപ്പോൾ കൈ വെക്കും ഒരാൾ, ഒരാൾക്ക് വയറിളക്കണം. അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു, അയ്യോ എനിക്ക് വയറിളക്കണ്ട, എനിക്ക് ഡയറിയാണ്. ഹേയ് മുണ്ടാണ്ടിരിക്കുക, ത്രിപുരലേഹം. അപ്പോൾ അവർ എണീറ്റെന്ന് വീണ്ടും ലഹള, കുറേ നേരം തർക്കം. അവസാനം അദ്ദേഹം ചോദിച്ചു, എത്ര പ്രാവശ്യം കക്കൂസ് പോവും? അവരൊന്ന് ആഴ്ചയിൽ 2 പ്രാവശ്യം. അവരൊന്ന് പോകുമ്പോൾ എനിക്ക് അവിടെ പോകുമ്പോൾ മുത്ത് വരുമോ പവിഴം വരുമോ എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. 2 ആഴ്ചയിൽ 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ. എഴുതിക്കൂടാ, ത്രിപുരലേഹം കിടക്കാൻ നേരത്തെ 1 ടീസ്പൂൺ ചുടുവെള്ളം. 3-ാമത്തെ ആഴ്ച അവർ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, ദിവസത്തിൽ 2 പ്രാവശ്യമുണ്ട്. ഇപ്പോൾ മനസ്സിലായോ? അപ്പോഴേക്കും തൊലിയുടെ കളറൊക്കെ മാറിയിരിക്കുന്നു, ഉറക്കത്തിൻ്റെ കേടൊക്കെ മാറിയിരിക്കുന്നു, പാൽപിറ്റേഷൻ കുറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് ഈ 2 മിനിറ്റിൽ അവർ പറയാത്തൊരു സിംറ്റം, അതും അവർ തെറ്റിദ്ധരിച്ചൊരു സിംറ്റം കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ഒന്നിൽ മാസ്റ്ററി അത്രേ വേണ്ടു. ഈ ഡയഗ്നോസിസ് എന്ന് പറയുന്ന സംഭവം ഏതെങ്കിലും ഒരു മെത്തേഡിൽ മാസ്റ്ററി വേണം. അതെ, ഡോക്ടർ ഇപ്പം പറഞ്ഞ മാതിരി ഈ ടങ് ഡയഗ്നോസിസിൽ ഡോക്ടർ ഭയങ്കര എക്സ്പേർട്ട് ആണല്ലോ, പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആ ടങ് ഡയഗ്നോസിസിലേക്ക് എത്തി? അതൊരു പേഷ്യൻ്റ് കാരനാണ് തുടങ്ങിയത്. അതായത് 89 ഒരു പേഷ്യൻ്റ് 4-ാമത്തെ തവണ എങ്ങാണ്ട നമ്മുടെ സ്റ്റുഡൻറ്റ് ക്ലിനിക്കിൽ വരുന്നത്. അപ്പോഴാണ് ഇവർ പറയുന്നത്, മറ്റുള്ള 3 ആയുർവേദ ഡോക്ടർമാർ തരുന്നത് വേറെ മരുന്നാണ്, ഹോമിയോ ഡോക്ടർ തരുന്നത്, അലോപ്പതി ഡോക്ടർ തരുന്നത്, ഇവർ 7 ഡോക്ടർമാർ 6 ഡോക്ടർമാരും കൂടെ ചികിത്സിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇതൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല ഇതുവരെയും. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ അറിയാതെയാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിൽ, മറ്റുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പം എനിക്ക് തോന്നി, ഈ പേഷ്യൻ്റ് വർത്തമാനം പറയുന്നതിന് മുമ്പ് പേഷ്യൻ്റ് പറയുന്നത് മുഴുവൻ എങ്ങനെ വിശ്വസിക്കുക? അവർക്ക് തെറ്റുപറ്റാം, അവരോട് തെറ്റ് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കാം, കംപ്ലീറ്റ് ആയിട്ട് പറയാം. ഇതൊന്നുമല്ല പേഷ്യൻറ്റിൻ്റെ. ഇപ്പം അഷ്ടാംഗത്തിൽ പറയുന്ന ദശവിധ പരീക്ഷയുടെ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ദൂഷ്യം, ടിഷ്യൂ സ്റ്റേറ്റ്സ്. ഏത് ടിഷ്യൂവിന് എന്ത് സ്റ്റേറ്റാണ് എന്ന് മനസ്സിലാക്കുക വേണ്ടു. ഡയഗ്നോസിസ് അവിടെ കഴിഞ്ഞു. പിന്നെ ഇത് എന്തായിരിക്കും കാരണം, എന്ത് തിന്നിട്ടാണ്, എന്ത് തിന്നാത്തതുകൊണ്ടാണ്, എന്ത് ചെയ്തിട്ടാണ്, അതൊക്കെ വേറെ കാര്യം. ഈ ദൂഷ്യം, ടിഷ്യൂ സ്റ്റേറ്റ്സ് മനസ്സിലാക്കലാണ് ശരിക്കും നമ്മുടെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇത് അറിയില്ല നമുക്ക്. ഈ പേഷ്യൻ്റ് പറയുന്നുണ്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, എങ്ങനെ അറിയാം? എങ്ങനെയാണ് മൈഗ്രെയിൻ ഇല്ല എന്ന് നമുക്ക് തെളിയിക്കുക, ഉണ്ടെന്ന് അവർ തെളിയിക്കുക? ഇനി ഇതിനെങ്ങനെ മരുന്ന് കൊടുക്കുക? അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഒരു കഥ വായിച്ചത്. 85 ന്യൂയോർക്കിലെ സ്കെപ്റ്റിക് അസോസിയേഷൻ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്തു. അവർ 5000 പ്രിട്ടൻ പേഷ്യൻസിനെ, ഫേക്ക് പേഷ്യൻസിനെ അയച്ചിരുന്നു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത്. എല്ലാവരും പറഞ്ഞ ഒന്ന് തന്നെയാണ്, എല്ലാവർക്കും കിട്ടിയ ഡയഗ്നോസിസ് ഒന്നാണ് സ്കിസോഫ്രീനിയ. ആ സിംറ്റത്തിന് പറ്റിയ ഡയഗ്നോസിസാണ് ആക്യുറേറ്റ്, അതിനുള്ള ചികിത്സയും. പക്ഷെ ഇവർ നുണയെ പറഞ്ഞത്. അവർ സ്കെപ്റ്റിക് അസോസിയേഷൻ പറഞ്ഞു, ഇവർ ഡോക്ടർമാരല്ല, ഇവർ കള്ളന്മാരാണ്, ഇവർക്കൊന്നും അറിയില്ല. കണ്ട നമ്മളെ പറഞ്ഞാൽ അവർ വിശ്വസിക്കും, അതിനുള്ള മരുന്ന് തരും, ഡയഗ്നോസിസ് തരും. പിന്നെ അവരൊന്നും കൂടി ചെയ്തു, ഇന്ന സബബിൽ ഞങ്ങൾ അടുത്ത 3 മാസം കൊണ്ട് 5000 ഫേക്ക് പേഷ്യൻസിനെ അയക്കും. രസം എന്ന് വെച്ചാൽ അവർ അയച്ചില്ല. എല്ലാം അത് ഫേക്കാണോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ശരിയായിട്ടില്ല. അതായത് ജെനുവൈൻ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല. അതിൻ്റെ ലിസ്റ്റ് എടുത്ത് പബ്ലിഷ് ചെയ്തു ഇവർ. അപ്പോൾ ഇങ്ങനൊരു സംഭവം, അതായത് ചില അസുഖത്തിന് ടെസ്റ്റ് ഇല്ല. ഇപ്പൊ മൈഗ്രെയിന് ടെസ്റ്റ് ഇല്ല, സ്കിസോഫ്രീനിക്ക് എങ്ങനെ ടെസ്റ്റ് ഉണ്ട് തെളിയിക്കുക? ഇതേമാതിരി ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ കുട്ടികള് സ്കൂളിൽ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ കക്ഷത്തിലെടുത്ത് വെക്കാനും ചൂടാക്കാനും ഇതൊക്കെ. അപ്പം ഓരോരോ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഡോക്ടറിന് കഴിവ് വേണം, അത് ഫേക്ക് ആണോ ഉള്ളിപ്പനിയാണോ അല്ല. അതേമാതിരി തന്നെ മൂക്ക് ബ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്രിക്ക് വരുത്തിയിട്ട് അത് എവിടുന്ന് വരുന്നു ഒറ്റ നോട്ടത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇതായിട്ട് ലീവ് എടുക്കാൻ വേണ്ടി അങ്ങനെ കുറെ കുട്ടികൾ ഇങ്ങനെ ചെയ്യല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ഫേക്കായിട്ട് ആ ഒരു ഫേക്ക് ആണോ റിയൽ ആണോ എന്നൊരു ഡോക്ടറിന് തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് എന്തെങ്കിലും ടിഷ്യൂ ഡാമേജ് ഉണ്ടായിരിക്കും, അത് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ നാവിൻ്റെ ഒരു പടം കണ്ടത്, ഓർഗൻ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട്.
അപ്പോൾ ഇത് പൾസ് പഠിക്കാൻ പോയി, അത് നടന്നില്ല. പൾസ് 2 അടിപൊളി പൾസോളജിസ്റ്റിനെ കണ്ടു. അയ്യോ, ആക്യുറസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭക്തി വരും. പക്ഷെ അവർ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊന്ന് വേണം. അപ്പോഴാണ് ഈ മാപ്പും അതായത് ബോഡി ഓർഗൻ മാപ്പുള്ള ഒരു ടങ്ങിൻ്റെ ഡയഗ്രാം കിട്ടിയത്. അപ്പോൾ അത് ഫോട്ടോ കോപ്പി എടുത്ത് ക്ലിനിക്കിൽ ടേബിളിന് മുകളിൽ കൊണ്ടിട്ടു. നമ്മൾ നോർത്ത് കോയമ്പത്തൂർ വടകോവയിലായിരുന്നു അന്ന് ക്ലിനിക്ക് 1994. ഒരു പേഷ്യൻ്റ് ശനിയാഴ്ച രാവിലെ 8 മണിക്ക്, ഇപ്പോഴും ഓർമ്മയുണ്ട്, അയാൾ വന്ന് ഞാൻ നാവ് നോക്കിയപ്പോൾ ഒരു മാർക്കുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൊളസ്ട്രോൾ എത്രയാണ് ചോദിച്ചു. അയാൾ ചോദിച്ചു, അതെന്താ അങ്ങനെ കൊളസ്ട്രോൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2 പേര് ഇതേ മാർക്കുള്ള നാവിൻ്റെ മുകളിൽ ഇതേ സ്ഥലത്ത് ഇതേ മാർക്കുള്ള 2 പേർക്ക് കൊളസ്ട്രോൾ ഹൈ ആയിരുന്നു, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറഞ്ഞു. 8.3 കൂടുതലാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആഹാ വേറൊരു വഴിയുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നാവിൻ്റെ ഈ ഓർഗൻ മാപ്പ് വെച്ചിട്ട് പിന്നെ ക്വാളിറ്റി അസസ്മെൻ്റ് ആയിരുന്നു. പേഷ്യൻറ്റോട് ചോദിക്കും. ചില പേഷ്യൻറ്റ് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റും, ചില പേഷ്യൻറ്റ് പറയും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലങ്സ് കേടുണ്ടല്ലോ, ബ്രോങ്കസും ലങ്സും. പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിറ്റേ ദിവസം അവർ വിളിച്ച് പറയാ, സോറി ഡോക്ടറെ, ഞാൻ ആസ്മയ്ക്ക് മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് സംഭവമായി. ഇപ്പം ആസ്മ ഇല്ലാത്തതുകൊണ്ട് ഇല്ല, ലങ്സിന് കേടില്ല എന്ന് പറഞ്ഞു. സോ സോറി. അപ്പോൾ നമുക്ക് നാവിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. പക്ഷേ അസുഖമല്ല കാണുന്നത്, ടിഷ്യൂ സ്റ്റേറ്റാണ് കാണുന്നത്. ടിഷ്യൂ വീക്കാണോ, ആർത്രൈറ്റിസ് ആണോ ഡെർമറ്റൈറ്റിസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ആർത്രൈറ്റിസിന് പറയുന്ന പല മരുന്നുകളും ഡെർമറ്റൈറ്റിസിനും ഹെപ്പറ്റൈറ്റിസിനും കോളിസിസ്റ്റൈറ്റിസിനും കൊളാഞ്ചൈറ്റിസിനും ബ്രോങ്കൈറ്റിസിനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ ഏത് ടിഷ്യൂവിലാണ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ഇൻഫ്ലമറ്റോറി, അതും അലോപ്പതി ആൻറ്റി ഇൻഫ്ലമറ്റോറി അല്ല, ആയുർവേദ ആൻറ്റി ഇൻഫ്ലമറ്റോറി. അപ്പോൾ വളരെ ശരിക്കും വേഗമായിട്ട് ചികിത്സിച്ചാൽ പോലും ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അത്ര ഒരു സേഫ് മെത്തേഡാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതാണല്ലോ പറഞ്ഞു മന്ത്രവത് സംപ്രയോക്തവ്യം. അതേമാതിരി തന്നെ ഇതും ഡോക്ടറിൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അവിടെ ഒരു പേഷ്യൻറ്റിനോട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന അതൊരു ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസും. 2 പേഷ്യൻ്റ് അത്രേ വേണ്ടു. അതെ. അതുമാതിരി ചില മാർക്കൊക്കെ കാണുമ്പോൾ പേഷ്യൻ്റോട് ചോദിക്കും, നിങ്ങളുടെ ഈ ലോവർ ബാക്കിന് പ്രശ്നം വന്നിട്ട് എത്ര കാലമായി. അത് ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അടുത്തൊരു പേഷ്യൻ്റ് വരുമ്പോൾ, ഇങ്ങനെ ഒരു 50 പേഷ്യൻ്റ് വന്ന് 51ാമത്തെ പേഷ്യൻ്റ് അങ്ങനത്തെ ഒരു കട്ട് കൊണ്ട് വരുമ്പോൾ 6.5 വർഷമായോ അതോ 6.25 വർഷമാണോ? അവർ പറയും 6.5 വർഷം. അതെങ്ങനെയാണ്? ഇത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ നിങ്ങൾ ഇഫ് യു ആർ അലൈവ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് റെക്കോർഡിങ് ഇറ്റ്. യു നീഡ് ടു ലെറ്റ് ഇറ്റ് വർക്ക്. അത്രേ ഉള്ളൂ. ഇതിൽ പവർ എന്നൊന്നും പറയാനൊന്നുമില്ല, ഈ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിൽ. അപ്പോൾ എന്നാൽ എൻ്റെ ഒരു കാര്യം പറ എന്ന് പറയുമ്പോൾ നമ്മൾ ആ മൈൻഡ് സെറ്റിലല്ല. പേഷ്യൻറ്റിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഉള്ള മൈൻഡ് സെറ്റ് അല്ല ഈ ചലഞ്ച് വരുമ്പോൾ. അതെ അതെ. അപ്പോൾ അവിടെ വേറെ രജസും അതെ അതെ അതെ, അതിൻ്റെ ആവശ്യമില്ല. അതിൽ പേഷ്യൻറ്റിനോട് നമ്മൾ സംസാരിച്ചാൽ മതി. അതിന് ഒരു തവണ ഇതുമാതിരി പേഷ്യൻ്റ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അച്ഛൻ ആർത്രൈറ്റിസും കൊണ്ടുവന്നു. ആർത്രൈറ്റിസിനെ കുറിച്ച് കുറേ സംസാരിച്ചു. ഞാൻ നാവൊക്കെ നോക്കി മരുന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹൗ ഡു ഐ നോ ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് മൈ ആർത്രൈറ്റിസ്? അതായത് എന്നെ ടെസ്റ്റ് ചെയ്തില്ല, എന്നെ മുട്ട് നോക്കിയില്ല. ഞാൻ പറഞ്ഞു, ഐ ക്യാൻ സീ ദ ഇൻഫ്ലമറ്ററി ചേഞ്ചസ് ഓൺ യുവർ ടങ്, ഫ്രം യുവർ ടങ്. അപ്പോൾ അയാൾ ചോദിച്ചു, ഹൗ ഡു ഐ നോ ദാറ്റ്? നല്ല ചോദ്യം. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞാൽ ഒരു നാവ് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ കുറേ കാലം ഓർമ്മ ഉണ്ടാവും. ഓർമ്മിക്കണം എന്ന് ഞാൻ ഒരു മോഹമില്ലാതെ, പക്ഷെ ഓർമ്മിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണം, നിങ്ങളുടെ റൈറ്റ് ഹാൻഡിന് ഒരു മസിൽ ടെൻഷൻ ഉണ്ട്, ഡീപ്പ് മസിൽ ടെൻഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷോൾഡറിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ 3-4 മൂവ്മെൻറ്റ് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. പേഷ്യൻ്റ് അറിയില്ല, നമുക്ക് കാണാൻ പറ്റും. തൃശ്ശൂർ ഒരു തവണ ഇത് ഇട്ടങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഡോക്ടർ അലക്സ്. അദ്ദേഹം വലിയൊരു പ്രൊഫസറാണ്. രാമപ്രസാദ് ടങ് അനാലിസിനെ കുറിച്ച് പറയുന്നു പറഞ്ഞു. അപ്പോൾ 10-60 പേര് സ്റ്റുഡൻസും ടീച്ചേഴ്സും വന്ന് ബ്രീഫായിട്ടൊരു ഇൻട്രഡക്ഷൻ കൊടുത്തു, എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിലൊരു ഡോക്ടർ എണീറ്റ് എന്ന് പറഞ്ഞു, എന്നാൽ എൻ്റെ നാവൊന്ന് നോക്കൂ. അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല, പക്ഷേ ഒരു രസത്തിന് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ പാൻക്രിയാസിനെ കുറിച്ച് പറയുമെന്നു. അപ്പോൾ അയാൾ ഇരുന്നു, ഇനിയൊന്നും പറയണ്ട പറഞ്ഞു. അയാൾക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം, ഈ ചിലപ്പോൾ ഡയബറ്റീസ് പാൻക്രിയാസുമായി ബന്ധപ്പെട്ടാണ് വരിക, അല്ലെങ്കിൽ
പാൻക്രിയാസിനെ സപ്രസ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ സ്റ്റൊമക്കിൻ്റെ കേട്, സ്മോൾ ഇൻറ്റസ്റ്റിൻ്റെ കേട്. അപ്പോൾ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റിൻ്റെ കേടാ പറയേണ്ടി വരും. അപ്പോൾ ഇവർ പറയാം എനിക്ക് സ്മോൾ ഇൻറ്റസ്റ്റിൻ്റെ കേടില്ല, പാൻക്രിയാസിനാണ് അല്ലെങ്കിൽ പ്രമേഹമാണെന്ന് പറയും. സ്മോൾ ഇൻറ്റസ്റ്റിനെ ചികിത്സിച്ചാൽ പ്രമേഹം മാറും. റൂട്ട് കോസ് വേറെ എവിടെയെങ്കിലും അത് എത്രയോ അനുഭവം ഉണ്ടായത്. അത് പ്രമേഹം ചികിത്സിച്ച് മാറ്റമല്ല, അത് ഈ റൂട്ട് കോസിനെ ചികിത്സിച്ച് മാറ്റുകയാണ്. അതോടുകൂടി അത് അപ്പുറത്തൊരു കല്ല് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഷാഡോ ഉണ്ട്, അത് മാറ്റുമ്പോൾ ഈ ഷാഡോ, അല്ലാതെ ഷാഡോ കുഴിച്ച് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സെക്കൻഡറി അസുഖങ്ങളെ ചികിത്സിക്കുന്ന സ്ഥിതി നമ്മൾ മാറും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സെക്കൻഡറീസിനെ ചികിത്സിക്കില്ല, പിന്നെ പ്രൈമറി ചികിത്സിക്കുള്ളൂ. ഇപ്പോൾ മൈഗ്രെയിൻ കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇവന് മൈഗ്രെയിൻ ഉണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ ഒരു മലബന്ധം കൊണ്ടായിരിക്കും. അത് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഡാമേജ് കാണുമ്പോൾ അതിന് മാത്രം ചികിത്സിച്ചാൽ മൈഗ്രെയിൻ മാറുന്നുണ്ട്. ഇപ്പൊ കൂടുതലും ആൾക്കാർ പേഷ്യൻസിന്റെ വേർഡ്സ് ആണ് കൂടുതലും റിലയബിൾ സോഴ്സ് ആക്കി എടുക്കുന്നത്. അത് ആയുർവേദത്തിന്റെ ഒരു പോരായ്മയാണ് ശരിക്കും പറഞ്ഞാൽ. അലോപ്പതിക്കാരൻ അത് ചെയ്യില്ല. അവൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, സ്കാൻ ചെയ്യും, എല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് പ്രശ്നം, ഇപ്പം ഒന്നും ചെയ്യണ്ട, ഇത് കൂടിക്കഴിഞ്ഞാൽ വരൂ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയും. നമുക്കങ്ങനെ നമുക്ക് മെത്തേഡ് ഉണ്ട് എന്നുള്ളതാണ്. യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതാണ് 8 ഗ്രൂപ്പ് ഓഫ് മെത്തേഡ്സ്. ഇപ്പോൾ അതിലൊന്നാണ് സ്പർശത്തിൽ 2 ടെക്നിക്ക് ഉണ്ട്. ഈ നാഡി, മൂത്ര, മലം, ജിഹ്വ, ശബ്ദം, സ്പർശത്തിൽ 2 ടെക്നിക്ക്. ഒന്ന് പാൽപേഷൻ എന്ന് പറയുന്നത്, ഞെക്കി നോക്കുക, പൊന്തിച്ച് നോക്കുക, നോക്കുക. മറ്റേത് സ്പർശം മാത്രം, ഈ എനർജി വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. ഇത് നമ്മളല്ല ഉപയോഗിക്കുന്നത്, അമേരിക്കയിൽ പോലീസാണ് ഉപയോഗിക്കുന്നത്. ഓസ്ട്രേലിയൻ പോലീസ്, വെസ്റ്റേൺ കൺട്രീസിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്നാ, മിസ്സിങ് പേഴ്സൺ, അവൻ്റെ ഷർട്ടോ ട്രൗസറോ എടുത്തുകൊണ്ട് വരും. ഇവർ അത് പിടിച്ചിട്ട് പറയും ഇയാൾ ഇന്ന സിറ്റിയിൽ ഇന്ന സബേബിലുണ്ട്, ഇന്ന ജോലിയാണ് ചെയ്യുന്നത്. ചെന്ന് നോക്കുമ്പോൾ അയാൾ അവിടെ കറക്റ്റ്, അവൻ ഓടിപ്പോയതാണ്. ഇതൊരു സീരീസ് തന്നെ ഉണ്ട്. ഇവരെ ഈ ക്ലെയർ വോയൻസ് എന്നാ പറയുക, ക്ലെയർ ഓഡിയൻസ്, ശബ്ദം അവർക്ക് കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ അത് ഓരോ തവണ ഇവർ പറയുമ്പോൾ നമ്മൾ 10ൽ 9 ശരിയായി കഴിഞ്ഞാൽ സമ്മതിക്കാമല്ലോ. ഇപ്പോൾ പാരസെറ്റമോൾ പോലും 10ൽ 9 തവണയല്ലേ വിജയിക്കുള്ളൂ. 10ൽ 9 അതല്ല, 10ൽ 10 ഇവർക്ക് പല ആൾക്കാർക്കും. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനത്തെ ആൾക്കാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്, പ്രൈവറ്റായിട്ട്. പ്രൈവറ്റ് ശമ്പളം, ഗവൺമെൻറ് ശമ്പളമല്ല. കാരണം ഇവർ തെളിയിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ മിസ്സിങ് ആവുന്നുണ്ട്. ഇവരെ പിടിച്ചുകൊണ്ടിരാൻ എന്താ ചെയ്യുക, അവരുടെ പെൻസിൽ, ഒരു തവണ പെൻസിൽ, കണ്ണട, ഇത് ഫീൽ ചെയ്തിട്ട് അതിൻ്റെ എനർജി ഫീൽ ചെയ്തിട്ട് ഇളെവിടെയാണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിൽ ടെക്നിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി ശബ്ദം, ഒരാൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അയാൾ എന്ത് തരം ആളാണ്, എന്തൊക്കെ അസുഖം, ഏതൊക്കെ അവയവത്തിനാണ് കേട്. അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ചില ആൾക്കാർ, ഇപ്പം ഇല്ലയെന്ന് മാത്രം. ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഇത് പ്രാക്ടിക്കൽ സാധനം. അതെ അതെ അതെ. ഇത് അങ്ങനെ പറഞ്ഞ ഒരു ഗുരുമുഖത്ത് നിന്നേ കിട്ടുള്ളൂ മറ്റേ ആൾക്ക്. ഇത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ കിട്ടേണ്ടതാണ് കുറേയൊക്കെ. ഇപ്പൊ പൾസ് പഠിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ്. അതായത് ചെയ്യേണ്ടതാണ് എപ്പോഴും നമ്മൾ. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പൾസ് പഠിച്ച് ഇങ്ങനെയാണ്, ആരെ കണ്ടാലും ആദ്യം പൾസ് ചെക്ക് ചെയ്തിട്ട് ഇനി പറ, ചായ കുടിച്ചാ, അമ്മയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. എത്ര ഒരു സെക്കൻഡിൽ 10 മില്യൺ പീസസ് ഓഫ് ഡാറ്റ എങ്ങാണ്ട സബ് കോൺഷ്യസിലേക്ക് പോകുന്നത്. കോൺഷ്യസിലേക്ക് പോകുന്ന 7 or 8 പീസസ്. അപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. ഈ ചങ്ങാതി 6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൃത്യമായിട്ട് പറയുന്നുണ്ട്. നെടുമങ്ങാടുള്ളൊരു ഡോക്ടറാണ്. നാഡി പഠിക്കുമ്പോൾ ആദ്യം പറയാ, ഫസ്റ്റ് യോഗ ചെയ്യാൻ പറയും, അതിനുശേഷം മാത്രം സ്വന്തം എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാനാ പറയാം. മൂത്രമൊഴിക്കാൻ മുട്ടാണെങ്കിൽ ആദ്യം നോക്കുക, എന്നിട്ട് പോവാ. വിശക്കുന്നുണ്ടോ നോക്കാം. അപ്പം സ്വന്തം ഒബ്സർവ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇതൊക്കെ പഠിക്കാൻ പറ്റും. വേറെ ഒരുപാട് ഇങ്ങനത്തെ കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന സമയത്ത് ക്ലിനിക്കിൽ പോവും. അപ്പോൾ നമ്മളെ മാഷാണ് ചികിത്സിക്കുക. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ അനഘനുണ്ട്, കാലടിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാക്ക്. അതായത് പേഷ്യൻ്റ് ഇരിക്കുന്നതിന് മുമ്പ് ഏജും വെയിറ്റും പറയണം. ഒരു 2-2.5 മാസം കഴിഞ്ഞപ്പോഴേ കറക്റ്റ്, എപ്പോൾ പറഞ്ഞാലും കറക്റ്റായിരിക്കും വെയിറ്റും ഏജും. ഈ സാരിയൊക്കെ കൊടുത്തിട്ട് വന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോൺഷ്യസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം.
അപ്പോൾ സൈക്കിൾ ഓടിക്കുന്ന മാതിരി. അത് തന്നെ സൈക്കിള് നമ്മള് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ വീഴും. കറക്റ്റ്. ജസ്റ്റ് ഒരു ഫ്ലോയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമാണ്. ഇപ്പോഴും എനിക്ക് ഇപ്പൊ ഞാനിത് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷെ ഇടയ്ക്ക് ഇത്രയാണ് വെയിറ്റ്, ഇപ്പൊ 56 കിലോ ആണ് ചോദിക്കുമ്പോൾ അവർ പറയും 55, 56 കറക്റ്റ്. അതെങ്ങനെയാണ് മനസ്സിലായത്? അത് അന്നത്തെ ട്രെയിനിങ് ആണ്. പക്ഷെ എന്ന് എൻ്റെ വെയിറ്റ് ഒന്ന് പറയടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ മൂഡായി, പറ്റൂല. പക്ഷെ ആവശ്യത്തിനുള്ള ഇത് ഞാൻ പറയണത് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് വെച്ച് അടുത്ത സ്റ്റെപ്പിലേക്കും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിലേക്കും പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരാളെ ഈ ചരകനൊക്കെ പറയുന്ന രോഗിണശ്ചന്തരാത്മാനം, രോഗിയെ തികച്ചും പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ചെയ്യാൻ പറ്റുക. രോഗിയെ പൂർണ്ണമായി മനസ്സിലാക്കിയാലേ അതിനുള്ള എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. സത്യം. ഇത് മൊത്തം ഇതും ഇതിന്റെ ഫൗണ്ടേഷനും മൊത്തം ചെറിയ നാരായണൻ നമ്പൂതിരിന്റെ ഒരു ഇൻസ്പിറേഷനും. അയ്യോ, അദ്ദേഹത്തിന്റെ ഞാനവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ സിംപ്റ്റമറ്റോളജി എന്നുള്ള വാക്ക് എനിക്ക് അദ്ദേഹമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അഷ്ടവിധ പരീക്ഷ പഠിക്കുമ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ഇതിലെ മാസ്റ്റർ ആയിരുന്നുവല്ലോ എന്നുള്ളത്. അത് കാരണം ഓരോരുത്തർക്കും ഓരോന്നാണ് മാസ്റ്ററി കിട്ടുന്നത്. അറിഞ്ഞു കിട്ടും, അറിയാതെ കിട്ടും, പഠിച്ചു കിട്ടും, പഠിക്കാതെ കിട്ടും. ഇദ്ദേഹത്തിന് അയ്യോ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാന്ന് പറയും. ഇപ്പൊ ഈ കേസിൽ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഡയറി അല്ല കോൺസ്റ്റിപ്പേഷനാ, ഞങ്ങൾക്ക് ഡയറിയാണ് അല്ല കോൺസ്റ്റിപ്പേഷനാ. തർക്കമാണ്. അവസാനം ഇദ്ദേഹം പറയാത്തൊരു കാര്യം ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായത്? അത് ഇത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് ഈ ഇങ്ങനത്തെ ഓരോരോ ഗുരുവിന്റെ അടുത്തുണ്ടാവുന്ന ഒരു ഒബ്സർവേഷൻ ആയിരിക്കും കുട്ടീന്റെ ക്യൂരിയോസിറ്റി, സ്റ്റുഡന്റിന്റെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്ന ഈ ഒരു ഗുരുവിന്റെ ഒരു ഇതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ വേറെ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്തിരുന്നു? വേറെ ആരും കീഴിൽ? ഞാനും എൻ്റെ ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം ഡോക്ടർ രാം മനോഹർ. ഞങ്ങളൊരു ക്ലിനിക്ക് ഒരു 6 മാസം ഓടിച്ചു. ഒരുപാട് ഇതുമായിട്ട് എന്താ പറയുക, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കോയമ്പത്തൂർ എത്തുന്നത്. ഈ കോയമ്പത്തൂർ എത്തിയിട്ട് 96 കഴിഞ്ഞപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലെത്തി. 96 mid-96 ഞാൻ ഓസ്ട്രേലിയയിലെത്തി. അവിടെ ചെന്നപ്പോൾ കഥ കംപ്ലീറ്റ് വേറെയാണ്. അതായത് അവിടെ നമുക്ക് ഇവിടുത്തെ മരുന്നുകളൊന്നും കിട്ടില്ല. അപ്പോഴാണ് ചരകൻ്റെ ഉപദേശം മനസ്സിലായത്, തജ്ജൌഷധം ഹിതം, ലോക്കൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് വേണം. അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് പിന്നെ ഓസ്ട്രേലിയയിലേക്ക്. അതെ. അല്ല, നമ്മുടെ കൂട്ടുകാർ ഉണ്ടായിരുന്നു, അതായത് വടകര പ്രാക്ടീസ് ചെയ്യുന്ന ആള് മറ്റേ ചെന്നൈയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. കംപ്ലീറ്റ് ചികിത്സ തെറ്റാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടുത്തെ വെതറല്ല ഇവിടുത്തെ വെതർ, അവിടുത്തെ മോയ്സ്ചർ ലെവലല്ല ഇവിടുത്തെ മോയ്സ്ചർ ലെവൽ, അവിടുത്തെ മണ്ണല്ല ഇവിടുത്തെ മണ്ണ്. അത് ഇൻകോപ്പറേറ്റ് ചെയ്തതോടുകൂടി റിസൾട്ട് പഴയമാതിരി തന്നെ വിചാരിച്ച റിസൾട്ട് എല്ലാത്തിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ദിനചര്യയാണ് ആക്സസ് ചെയ്യാൻ നോക്കുക, കഴിയുന്നത്ര ദിനചര്യ നോക്കും. അതായത് 2-3 കാര്യങ്ങളെ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദേഹം ബാക്ക് ടു നോർമൽ പെട്ടെന്ന് നടക്കും അത്. അപ്പോൾ അതുമാതിരി തന്നെ അവിടെ കിട്ടുന്ന മരുന്നുകളുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലാണ് നമുക്ക് ഈ ദിനചര്യയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാണല്ലോ റിസൾട്ടിന് ഭയങ്കര എഫക്റ്റാണ്. കറക്റ്റായിട്ടുള്ള ഫുഡ്, കറക്റ്റായിട്ടുള്ള സ്ലീപ്പ്, കറക്റ്റായിട്ടുള്ള എക്സസൈസ്, കറക്റ്റായിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല, വെള്ളം സിപ്പ് ചെയ്യാനേ പാടുള്ളൂ. അങ്ങനത്തെ കുറേ ചെറിയ കാര്യങ്ങളുണ്ട്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% അസുഖങ്ങളും കുറയും. പക്ഷെ അതിൽ ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഒക്കെ റോള് നമ്മൾ തീരെ ഉപയോഗിക്കുന്നില്ല, ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നേ ഇല്ല ഒരു സ്ഥലത്തും. കാരണം ഒരു പഞ്ചകർമ്മ സെൻറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പഞ്ചകർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ? പിന്നെ നമ്മൾ ഒരു ഒബ്ലിഗേഷനായി, ഒരു പേഷ്യൻ്റ് വന്നിട്ട് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവൻ പറയും എനിക്ക് അഭ്യംഗം എന്താ, ശിരോധാരത, അതല്ലേ നിങ്ങൾ പ്രോമിസ് ചെയ്ത് ചെയ്യിക്കും. അത് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ തെറപ്പി അനാവശ്യമായിട്ട് ഇടതും വലതും മുകളിലും താഴെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഫാസ്റ്റിങ്ങിൻ്റെ റിസൾട്ട് ഒന്നും, അതൊരു വല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതാണല്ലോ നോബൽ പ്രൈസ് ആയിട്ട് ഓട്ടോഫാഗിയും. അത് തന്നെ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഇൻ്റർമീഡിയറ്റ് ഫീസ്റ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലതിൽ ഫാസ്റ്റിങ്, അതായത് വാട്ടർ ഫാസ്റ്റിങ്, ചിലതിൽ കഷായം ഫാസ്റ്റിങ്, ചിലതിൽ സപ്ലിമെൻറ്റ് ഫാസ്റ്റിങ്, ഇത് ഒരുപാടുണ്ട്. എക്സസൈസ് ഫാസ്റ്റിങ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. റിസൾട്ട് ഈ പഞ്ചകർമ്മത്തിൻ്റെ 10 ഇരട്ടി സ്പീഡിൽ, അതായത് 100 ദിവസത്തെ ചികിത്സ വേണ്ടടുത്ത് 10 ദിവസം 15 ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. ആൾക്കാർക്ക് എന്താ വിശപ്പ് പോലും അറിയാത്തൊരു സമയമാണ്. അപ്പം ആരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശക്കാനുള്ള ഒരു ടൈം പോലും കൊടുക്കുന്നില്ല. രാവിലെ ഫുഡ് കഴിച്ചു, 10 മണിക്ക് ചായ കുടിച്ചു, സ്നാക്സ് കഴിച്ചു,
12 എല്ലാവരും ഈ സ്നാക്കൊക്കെ കാണണം. ഏതാണ് മീൽ ഏതാണ് സ്നാക്ക്? ന്യൂട്രിയൻ ഫ്രീ ആണ്, ഹ്യൂജ് ഇൻ സൈസ്. ന്യൂട്രിയൻ ഫ്രീ മിക്കവാറും ഫുഡും സ്നാക്കും ഒക്കെ ന്യൂട്രിയൻ ഫ്രീ ആണ്. ടേസ്റ്റ് ആണല്ലോ അതെ അതെ അതെ, നല്ല ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഫ്ലേവറുള്ള രോഗങ്ങളും കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഓസ്ട്രേലിയ എത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞില്ലേ സസ്യതജ്ജൌഷധത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് പോയത്. ഈ മനസ്സിൻ്റെ റോളും അതെങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്, അത് അങ്ങനെയാണ് മറ്റേ ഹിപ്നോതെറാപ്പിയൊക്കെ പഠിച്ചത്. എൻ്റെ ഒരുപാട് കൂട്ടുകാർ സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു, കൗൺസിലേഴ്സും. പക്ഷെ അങ്ങനെ ഒന്ന് പഠിക്കാനൊന്നും ശ്രമം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഐ യൂസ് ടു റീഡ് സൈക്കോളജി മാഗസീൻസ് ആൻഡ് ബുക്സ് ഫ്രം ഇയർ 9, അതായത് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അത് അപ്പോൾ മനസ്സിൻ്റെ റോളിനെ കുറിച്ച് കുറേ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഈ സൈക്കോതെറാപ്പി പഠിക്കുമ്പോഴാണ് മനസ്സിൻ്റെ ഈ കപ്പാസിറ്റി മനസ്സിലാവുന്നത്. അതൊരു ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് മൈൻഡ് ബോഡി മെഡിസിൻ എന്നൊരു സിസ്റ്റം അവിടെ ഒരു മെൽബണിലൊരു എക്സ്പെർട്ട് 25 വർഷം റിസർച്ച് ചെയ്തുണ്ടാക്കിയിരുന്നു, അതും പഠിച്ചു. അപ്പോഴാണ് ഈ മനസ്സിൻ്റെ റോള് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിലൊക്കെ സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല രസമാണ്. അതായത് ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുക എന്ന് പറയില്ലേ, അത് നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. എല്ലാത്തിലും ഇപ്പോൾ ബോഡിയുടെ ടോക്സിസിറ്റി കാരണം വരുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസ്, സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതിനൊന്നും കൗൺസിലിംഗ് ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ വമനം ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. നേരെ തിരിച്ചുണ്ട്, ഈ സ്ട്രെസ്സ് കാരണം ബോഡി ഡാമേജ് ആവുന്നുണ്ട്. അതിന് ബോഡി ഡാമേജിനെ ഫിക്സ് ചെയ്തിട്ട് കാര്യമില്ല, ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതിനാൽ ഒരു ഉദാഹരണത്തിന് ഒരു സോറിയാറ്റിക് എക്സീമയോ അങ്ങനെ കണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. ദേഹം മുഴുവൻ ചീഞ്ഞു പോവുകയാണ്. പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ നാറ്റമാണ്, മുടി കംപ്ലീറ്റ് പോയിരിക്കുന്നത്. ഒരു 40 വയസ്സുള്ള സ്ത്രീയാണ്. 7 വർഷമായിട്ട് ഇങ്ങനെയാണ്. എല്ലാ ചികിത്സകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിർത്തി. ഇപ്പോൾ അത്യന്തം കഷ്ടമാണ്. കാരണം കോർട്ടിസോൺ എത്ര കാലം കഴിക്കുക. എന്നിട്ട് ക്യാൻസറിൻ്റെ ചികിത്സയൊക്കെ കുറേ കാലം നോക്കിയാൽ എന്തോരു അങ്ങനെ ഒരു സാധനമൊക്കെ. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവരുടെ ജീവിതം നോക്കുമ്പോൾ സ്ട്രെസ്സ് ഭയങ്കര ഒരു എലമെൻറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ചികിത്സ മരുന്ന് തരാൻ പോകുന്നത് അത് സ്ട്രെസ് പ്രോട്ടോക്കോൾ ആയിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു സ്കിൻ പ്രോട്ടോക്കോൾ തരും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ സ്കിൻ പ്രോട്ടോക്കോൾ എന്ന് അറിയോ? അവരൊന്നും അറിയില്ല. ഇതുവരെ ചെയ്തതാണ് സ്കിൻ പ്രോട്ടോക്കോൾ. അത് വർക്ക് ചെയ്തോ? അത് വർക്ക് ചെയ്തില്ല. സ്ട്രെസ് പ്രോട്ടോക്കോൾ അതായത് ബ്രെയിനിലേക്ക് ന്യൂട്രിയൻസിനെ പമ്പ് ചെയ്ത് കയറ്റുക. അതിനുള്ള കുറച്ച് മരുന്നുകളാണ്. അത് കൊടുത്തു. 6 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ തൊലി ഏകദേശം ഉണങ്ങിയിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു 10 മുതൽ 40% വ്യത്യാസമുണ്ട്. ഇവർ പറഞ്ഞാൽ 80% എന്നാ. അത് അവരുടെ സന്തോഷം കൊണ്ട് പറയുന്ന. അടുത്ത 6 ആഴ്ചയും കൂടി ഇത് തന്നെ ചെയ്തു. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു ഇനി സ്കിൻ പ്രോട്ടോക്കോൾ തരട്ടെ. അപ്പോൾ അവരോട് ഡോക്ടർ പറഞ്ഞ മാതിരി ഡോക്ടർ തീരുമാനിച്ചാൽ മതി. എന്നിട്ട് അപ്പോഴേക്കും സ്കിൻ പ്രോട്ടോക്കോളിൻ്റെ സമയമായിരുന്നു. അത് കൊടുത്തു. 6 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവർ ശരിക്കും പറഞ്ഞാലും 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിംറ്റം ഫ്രീ ആയി. അത് സ്ട്രെസ് പ്രോട്ടോക്കോളിൻ്റെ സമയത്ത് അത് തന്നെ കൊടുക്കണം. അതായത് മനസ്സിനെ ചികിത്സിക്കുന്ന സമയത്ത് മനസ്സ് തന്നെ വേണം. ഇനിയിപ്പോൾ സൈക്കോളജിക്കൽ കേസാണ്, ഇവർ സൈക്കോളജി അല്ല ആണെങ്കിൽ ഞാൻ പറഞ്ഞയച്ചേനെ. നമുക്ക് ഇഷ്ടം പോലെ റെഫറൽ സെൻറ്റേഴ്സ് ഉണ്ട്, പറഞ്ഞയച്ചേനെ. ഓസ്ട്രേലിയയിൽ 1 വർഷം 10 സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ ഫ്രീ ആണ്. അപ്പോൾ സുഖമായിട്ട് നമുക്ക് പറഞ്ഞയക്കാം. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കേസായിരുന്നില്ല. പറഞ്ഞത് ഇത് സ്ട്രെസ് ആയിരുന്നു. പക്ഷേ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ന്യൂട്രിയൻസ് ഇല്ലാത്തതുകൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ സ്ട്രെസ്സ്. പിന്നെ ഈ റിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കാൻ വേണ്ട ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. അത് വേണോ, അത് വേണം, എന്നാൽ എന്താ ചെയ്യാത്തത്? ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ വേണ്ടത്? ഈ രീതിയിലുള്ള സംഭവം. അതായത് ഇപ്പം നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് പൂമ്പാറ്റയും ബാലരമയൊക്കെ വായിക്കുമ്പോൾ ഈ കുത്തുകൾ പൂരിപ്പിക്കുക, കണക്ട് ചെയ്യുക, പാറയ്ക്ക് പിന്നിൽ ആരാണ്, പൂരിപ്പിക്കാൻ മനസ്സിലാവാത്ത അവിടെയാണെന്ന്, അല്ലെങ്കിൽ കിളിയാണെന്നോ. അപ്പോൾ ഈ മനസ്സിനെ ഈ സൈക്കോളജിയിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ചിന്തകളെ സ്ട്രീം ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് അസുഖം മാറും കേട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ കാര്യം അപ്പോൾ ഇതുകൊണ്ടാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അതൊന്ന് കുറയ്ക്കേണ്ടി വരും. കുറയ്ക്കണോ നിർത്തണോ? 1 ആഴ്ച കുറച്ച് നോക്കട്ടെ. ശരി. അത് പേഷ്യൻ്റ് തന്നെ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കണം. ബാക്കിയൊക്കെ ഇപ്പം ഇമ്പോസ് ചെയ്തിട്ടാണ്. ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് മുഴുവൻ ഉണ്ടാവില്ല. മറ്റതിന് ഗ്രോത്താണ്, പേഴ്സണൽ ഗ്രോത്ത്. ഹീലിംഗ് മാത്രമല്ല, പേഴ്സണൽ ഗ്രോത്ത് വരും. ഞാനത് ചെയ്തു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? പേഷ്യൻറ്റിന് പറയും എന്നാൽ ശരി ഇത് നിർത്താം. കാരണം ഈ ഓട്സ് കഴിച്ചിട്ട്
ആർത്രൈറ്റിസ് വരുമ്പോൾ സുഖമില്ല. ആരോ പറഞ്ഞു ഓട്സാണ് നല്ലത്, അത് കഴിച്ചിട്ടാണ് ആർത്രൈറ്റിസ്. ഇതുവരെ അറിഞ്ഞിരുന്നില്ല. ഒരു പേഷ്യൻ്റ് ഇതുമാതിരി 72 വയസ്സുള്ള ചങ്ങാതി, ഒരു 10 കൊല്ലം മുമ്പാണ്. അതായത് 18 വയസ്സ്, എനിക്ക് 18 വയസ്സാണെങ്കിൽ എനിക്ക് അവൻ്റെ ബോഡി വേണം, ആ മാരത്തൊരു ബോഡിയാണ്. അവൻ പറഞ്ഞത് ഞാൻ ഇവിടെ വന്നത് ഒരു കാര്യം അറിയാനാണ്. എന്നുവെച്ചാൽ എന്താ, എൻ്റെ ആർത്രൈറ്റിസ് പ്രോഗ്രസീവ്ലി വേഴ്സൺ ആവുകയാണ്, അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇവൻ്റെ ബോഡി ലാംഗ്വേജും ഡ്രസ് കോഡൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം എന്താ നിങ്ങളുടെ പ്രശ്നം. എന്താണ്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കുന്നത്? അത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഞാൻ പറഞ്ഞു അതാണ് കാരണം. ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഞാൻ പറഞ്ഞു അതാണ് കാരണം. ഏയ് കാൺട്ട് ഗോ. അപ്പോൾ എന്താ കാരണം? ഗ്ലൂട്ടൻ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ റിമൂവ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഡെഡ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. ഈ കാർബോഹൈഡ്രേറ്റ് ഇൻഫ്ലമേഷൻ അഗ്രവേറ്റ് ചെയ്യുന്നതാണ്. ഇല്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല. ഞാൻ പറഞ്ഞു ഈ ഗ്ലൂട്ടൻ ഫ്രീ വെള്ളം എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഒന്നും ഇല്ല. എന്താ വെള്ളത്തിൽ ഗ്ലൂട്ടൻ ഇല്ല? ആ, ഉള്ളതെന്നല്ലേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കഴിക്കുന്നതിൽ ഈ സാധനമുണ്ട്. ഉടൻ ഭാര്യ വിളിച്ചു, ഡാർലിംഗ്, can you go to the kitchen and check my breakfast? I want to know the ingredients. സ്പീക്കർ ഫോൺ. അവർ വായിച്ചു, ഗോജി ബെറി, അഷായ് ബെറി, ആൽമണ്ട്സ്, റൈസ്, വീറ്റ്, കോൺ, ബാളി, ഓട്സ്. ദേ കിടക്കണം. ഇയാളൊരു തെറി തിരിഞ്ഞിട്ട് ഒരു തെറി. അപ്പോളജീസ്. 5 മിനിറ്റ് കൺസൾട്ടേഷൻ. അവിടെ പോയി. അവിടെ ചോദിച്ചാൽ എത്ര ഫീസ് പറഞ്ഞു. പുതിയതായിട്ട് പ്രിൻ്റ് ചെയ്ത 2 നോട്ട് തന്നു എനിക്ക്. പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാം വിളിച്ചു, എങ്ങനെയുണ്ട്? അവിടെ പറഞ്ഞു 50% അത് പെയിൻ കംപ്ലീറ്റ് പോയി. ഞാൻ വെച്ചാൽ എന്താ നിങ്ങൾ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്? അവർ പറഞ്ഞു ലോ കാർബ് വെജിറ്റബിൾസും ചെറിയ പ്രോട്ടീൻ സോഴ്സും. ഞാൻ പറഞ്ഞു ഐ വാണ്ടഡ് ടു ഗിവ് യു ദാറ്റ് ഡയറ്റ്. അപ്പോൾ അവിടെ പറഞ്ഞു ഐ നോ ദാറ്റ് ഡയറ്റ്, ഐ വാസ് സോ സ്റ്റുപ്പിഡ്, ഐ കോട്ട് അപ്പ് ഇൻ ദിസ് വേൾഡ് ഓഫ് എന്താ ഗ്ലൂട്ടൻ ഫ്രീ. അപ്പൊ ഇത് നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതാണ് സാധനം. അവർക്ക് ഒരു ട്രെൻഡ് വരുമ്പോൾ എല്ലാവരും ആ ട്രെൻഡിന്റെ പിന്നാലെ അങ്ങോട്ട് പോകും. ഇയാള് സ്വീഡനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണിത്. ആരോ പറഞ്ഞതാണ് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇപ്പൊ എന്തേലും ഒരു നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അത് വേണം. അതെ, അവർക്കത് ചേരുവോ ഇല്ലയോ എന്ന് പോലും അവരെ ചിന്തിക്കില്ല. ഞാൻ ഓട്സാണ് കഴിക്കുന്നത്, അപ്പോൾ പിന്നെ എല്ലാവരും ഓട്സാണ് കഴിക്കുന്നത്. ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഇൻഫ്ലമേറ്ററി, എല്ലാ ഗ്രെയിൻസും ഇൻഫ്ലമേറ്ററിയാണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ ആണ്, ഐറ്റിസ് ആണെങ്കിൽ ഗ്രെയിൻ കഴിച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരിക്കും, കൂടും, അത്ര തന്നെ. അപ്പൊ അവർക്ക് എന്താണോ ചേരുന്നതെന്ന് പോലും അവരെ അറിയാനാണ് ഇവർ ഇതാക്കുന്നത്. പിന്നെ കൂടുതലും ഇപ്പം പേഷ്യൻസ് ഡിമാൻഡ് ചെയ്യുന്നതും കൂടുതലാണ്. എനിക്ക് ഈ രോഗമുണ്ട്, എനിക്ക് ഈ മരുന്ന് വേണം, എനിക്ക് തൈലം വേണം. ആ തൈലം അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായ പ്രശ്നമാവുമെന്ന് പോലും ഇവര് ചിന്തിക്കുന്നില്ല. അതായത് ചികിത്സയിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ then we are suffering, right? അതിൽ വലിയ പ്രശ്നമാണ്. നമ്മൾ എവറി മിനിറ്റ് while you are at the clinic you should be enjoying it. ഇതിൽ ഡിമാൻഡ് വരുന്ന സമയത്ത് നമ്മൾ വളരെ ഭംഗിയായിട്ട് പറയണം, അടുത്ത ആളെ കണ്ടോളൂ, ആൾ ധാരാളം തരും. ഒരു കടയിൽ പോയിക്കോളൂ. ഒരു പേഷ്യൻ്റ് ഇതുമാതിരി വന്നിട്ട് അവർക്ക് ഡയറി ഉണ്ട്, ഓവർ ഹീറ്റിംഗ്, ഓവർ സ്വെറ്റിംഗ്, അതുകൊണ്ട് ഇൻസോംനിയ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇതൊക്കെ പിത്ത ലക്ഷണമാണല്ലോ, എനിക്ക് വല്ല പിത്ത ബാലൻസിങ് ഹെർബ്സും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതിൽ പകുതിയും പിത്ത ബാലൻസിങ്. എന്നാ തരൂ. നമ്മൾ എടുത്തോളൂ. അത് ഏതാണ്? ഏതാണ്? അപ്പോൾ ഇത് എന്താ വരാൻ കാരണം? അവർ പറഞ്ഞു എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഐ കാൺ ഹെൽപ്പ് യു. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി സം സ്ട്രെസ്. ഡു യു ഹാവ് എനി സ്ട്രെസ് മാനേജ്മെന്റ് പ്രോഗ്രാം ലൈക്ക് യോഗ നിദ്ര, ഗൈഡഡ് മെഡിറ്റേഷൻ, പ്രോഗ്രസീവ് റിലാക്സേഷൻ? ആർ യു റണ്ണിങ് എനി റിട്രീറ്റ്? അവനെ നിൽക്ക്, എന്തുകൊണ്ടാണ് സ്ട്രെസ്? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ദേർ, ഐ കാൺ ഹെൽപ്പ് യു. ഓക്കെ. എന്നിട്ട് പറഞ്ഞു ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണ്, ഭർത്താവും ഇവിടും തമ്മിലുള്ള പ്ലാനിങ് തെറ്റിപ്പോയതാണ്. അപ്പോൾ നൗ ഐ ക്യാൻ ഹെൽപ്പ് യു. ഡു യു ഹാവ് എൻ അക്കൗണ്ടൻറ്റ്? അപ്പോൾ അവിടുത്തെ എല്ലാവർക്കും അക്കൗണ്ടൻ്റ് ഉണ്ട്. അയാളൊരു ബിസിനസ് കോച്ചാണോ? അതെ. അയാളെ പോയി കാണൂ. 3 തവണ 3 മീറ്റിംഗ് കഴിഞ്ഞു ഒരാഴ്ചയിൽ. ഇവരുടെ 3/4 സിംറ്റംസും പോയി കിട്ടി. അടുത്ത തിങ്കളാഴ്ച അവരെന്നെ വിളിച്ചു, കംപ്ലീറ്റ് മാറി. നിങ്ങൾ ഒരു മരുന്ന് തരാതെ എങ്ങനെയത്? ഞാൻ നിങ്ങളുടെ ശരിക്കുള്ള അസുഖം നിങ്ങൾ റിസോൾവ് ചെയ്യാത്തൊരു ഇവൻ്റ് നിങ്ങളുടെ തലയിലുണ്ട്. അതാണ് ഇരുന്ന് കാർന്ന് തിന്നുന്നത്. അതിന് കഷായമില്ല, ഗുളികയില്ല, ഡയറ്റില്ല, എക്സസൈസ് ഇല്ല. ഇതാണ് ചെയ്യേണ്ടത്.
ഒരു വെള്ളം ചോരുന്നുണ്ടെങ്കിൽ ആ വെള്ളം ചോരുന്ന സാധനം അങ്ങോട്ട് അടയ്ക്കണം. ഇവിടെ വെറുതെ കോരി ആ ടൈലും കറക്റ്റ് ഓട് കറക്റ്റ് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ ഗ്ലാസ് വെച്ചു, കപ്പ് വെച്ചു, ബക്കറ്റ് വെച്ചു, ഡ്രം വെച്ചു, എവിടേക്കത്? ഇപ്പൊ ഇതാണ് ചെയ്യുന്നത്. ഓ, കപ്പ് വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് വലിയൊരു കപ്പ് മേടിക്കാം. 3 മാസം കഴിയുമ്പോൾ അത് നിറഞ്ഞു, പിന്നെ ബക്കറ്റായി, പിന്നെ ഡ്രമ്മായി, പിന്നെ 5000 ലിറ്റർ ഡ്രം ഉണ്ട്. എവിടേക്കത്? അതങ്ങനെ പൈസ ഇങ്ങനെ കൂടി അവരാ ഒരു പ്രൗഡായിട്ടും പറയും 5000 ഒരു ചെറിയൊരു ഫിക്സ് ചെയ്യാൻ. അത്രേ ഉള്ളൂ. ഒരു ഏണി വെച്ച് മുകളിൽ കയറണം, അറിവുള്ള ഒരാൾ കയറിയാൽ മതി.